ഇതിപ്പോൾ എന്താ അല്ലേ? അങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ണിയപ്പം കഴിക്കാനൊരു മോഹം തോന്നി കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല. തേങ്ങാക്കൊത്തും ചെറുപഴവും ഏലക്കയും ശർക്കര ഉരുക്കിയതും എല്ലാം കൂടി ചേർത്ത് ഉണ്ണിയപ്പം തയ്യാറാക്കാനുള്ള തന്ത്രപ്പാടിലാണ്. നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഗോതമ്പ് മാവിലാണ് നമ്മുടെ ഇന്നത്തെ ഉണ്ണിയപ്പം. ചൂടായ ചട്ടി, എണ്ണയും കാത്തിരിപ്പാണ്. വേണ്ടുവോളം എണ്ണ ഒഴിച്ച് ഇതിലേക്ക് തയ്യാറാക്കി വെച്ച മാവ് ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കാം. എങ്ങനെയാണ് മാവ് തയ്യാറാക്കിയതെന്നറിയണ്ടേ? നന്നായി ഉടച്ച ചെറുപഴവും ശർക്കര ഉരുക്കിയതും നെയ്യിൽ വരട്ടിയ തേങ്ങാക്കൊത്തും ഏലക്കയും കൂടി ഗോതമ്പ് പൊടിയിൽ ചേർത്തിളക്കി തവിയിൽ നിന്നും വിട്ടുപോകുന്ന പരുവത്തിൽ മാവ് തയ്യാറാക്കി എടുക്കുക. ഇതിന് പിന്നിലെ പരികർമ്മികൾ അമ്മയും മുത്തശ്ശിയുമാണ് കേട്ടോ. വീഡിയോ എടുക്കണം എന്ന ഒരൊറ്റ കാരണം പറഞ്ഞ് ഞാൻ ഇതിൽ നിന്നും പിൻവാങ്ങി. കാണാൻ തന്നെ എന്തൊരു ചേലാലേ. മണം എന്നെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിയപ്പ കഥകൾ ഏറെയുണ്ട്. പണ്ട് ബ്രാഹ്മണർ ദേവന്മാരെ പ്രീതിപ്പെടുത്താനായി ഉണ്ണിയപ്പം നിവേദ്യമായി നൽകാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ണിക്കണ്ണന്റെ ഇഷ്ടവിഭവം കൂടിയാണ് ഉണ്ണിയപ്പം. ഒരു ഭാഗം നല്ലോണം മുരിഞ്ഞു എന്ന് ഉറപ്പുവരുത്തി ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാട്ടോ. രണ്ട് ഭാഗവും മുരിഞ്ഞ് ഏകദേശം ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ഓരോന്നും എടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങൾ മാത്രം മതി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എന്തിനാ മടിച്ചിരിക്കുന്നതല്ലേ? മഴയത്ത് ചൂടുണ്ണിയപ്പവും കട്ടൻ ചായയും എന്താ കോമ്പിനേഷൻ! ഗോതമ്പ് മാവിൽ ഇത്രയ്ക്കും ടേസ്റ്റുള്ള ഉണ്ണിയപ്പം കിട്ടുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കുറച്ച് ഉണ്ണിയപ്പം എടുത്ത് അതിന് മുകളിൽ പഞ്ചാര തൂക്കി ഒന്ന് കഴിച്ചു നോക്കിക്കേ. അസാധ്യ ടേസ്റ്റാണ്. ഒരു വെറൈറ്റിക്ക് അരിപ്പൊടി മാറ്റി നിങ്ങളും ഗോതമ്പ് പൊടിയിലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ. ഇനി നിൽക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനും പോവുകയാണ്. അപ്പോൾ വീണ്ടും കാണാം.